വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും പെട്രോൾ പമ്പിലും കവർച്ചയും നിരവധി സ്ഥാപനങ്ങളിൽ കവർച്ചാ ശ്രമവും നടന്നു. കാഞ്ഞുവയലിൽ പ്രവർത്തിക്കുന്ന മദീന ഹോട്ടലിൽ പുലർച്ചെ 4:45ഓടെയാണ് കവർച്ച നടന്നിരിക്കുന്നത്. ഹോട്ടലിന്റെ മുൻവശത്തെ ഗ്ലാസ് ഡോർ കുത്തിപ്പൊളിച്ച് അകത്ത് കിടന്ന മോഷ്ടാവ് മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 10,000-ഓളം രൂപയും മേശയ്ക്ക് മുകളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന വഞ്ചിയിൽ ഉണ്ടായിരുന്ന 10,000-ഓളം രൂപയും വഞ്ചിയും ഉൾപ്പെടെ മോഷ്ടിച്ചു. രാവിലെ ഹോട്ടൽ തുറക്കാനെത്തിയ ജീവനക്കാരാണ് മുൻവശത്തെ ഡോർ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ വിവരം ഉടമയെ അറിയിക്കുകയും ഉടമയെത്തി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. രാത്രി നമ്മൾ കട അടയ്ക്കുന്നത് തന്നെ ഒരു 12 മണി കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. ആ മഴയൊക്കെ പെയ്ത് തോന്നിയതിനു ശേഷമാണ് ഇവിടുന്ന് പോയത്. 12 മണി കഴിയും എന്നും കട അടച്ച് പോകുമ്പോഴത്തേക്ക്. അന്നേരത്തേക്ക് അടച്ചു പോയ സാധാരണ സ്റ്റാഫുകളാണ് ചാവി കൊണ്ട് പോകുന്നതും അവരാണ് രാവിലെ വന്ന് കട ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ വരുമ്പോൾ ഒരു 7 മണിയൊക്കെ ആകും. ഞാൻ വരുമ്പോൾ അപ്പോഴത്തേക്ക് രാവിലെ സ്റ്റാഫ് വന്ന് കട തുറക്കാൻ സമയത്താണ് ഡോർ ഇങ്ങനെ തെള്ളി അതിൻ്റെ ലോക്ക് ഇളവി തറവിൽ നടപ്പുണ്ട്. അങ്ങനെ അവ എന്നെ വിളിച്ച് അങ്ങനെ ഞാൻ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഈ മേശയിലാവുമ്പോഴത്തേക്ക് സാധാരണ അങ്ങനെ കൊണ്ട് പൈസ അവിടെ വെച്ചിട്ട് പോകുന്നതല്ല. ഇന്നലെ ആവുമ്പോഴത്തേക്ക് ഒരു 100 രൂപ നോട്ടിലെല്ലാം കൂടെ ഒരു 10-15,000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ മേശയിൽ വെച്ച് ലോക്ക് ചെയ്ത് താക്കോലാമരെ കൊടുത്തിട്ടാണ് പോയത്. പിന്നെ ഒരു വഞ്ചിപ്പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അത് ഈ വഞ്ചിപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു 3-4 വർഷമായ ഒരു വഞ്ചിപ്പെട്ടിയാണ്. പള്ളിയിലത്തെ ഒരു വഞ്ചിപ്പെട്ടിയായിരുന്നു, ഒരു ഗ്ലാസിന്റെ വഞ്ചിപ്പെട്ടി. അതിനകത്ത് വെച്ച് തോന്നിയ പൈസ ഉണ്ട്. അതിലും കാണും ഒരു 10-15,000 രൂപ പുറത്തുള്ള പൈസ കാണും. അത് ഗ്ലാസിന്റെ വഞ്ചിപ്പെട്ടിയാണ്. അങ്ങനെ അതും പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഇവർ തപ്പിയും തടയും നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ മേശയിൽ ഒരു 10-300-400 രൂപ അല്ല ചില്ലറയായിട്ടുള്ള പൈസ നോട്ട് കിടന്ന് അതും പുറകെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ അങ്ങനെ ഇപ്പോൾ രാവിലെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് സാറന്മാർ വന്ന് നോക്കി. നമ്മളെ ക്യാമറയ്ക്ക് ചെറിയ എന്തോരോ ഒരു കംപ്ലൈൻ്റ് ആയിട്ട്, വൈഫൈയുടെ എന്തോരോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പഴയേരൂരിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിൽ ഓഫീസിന്റെ ഗ്ലാസ് ഡോർ തകർത്താണ് കവർച്ച നടത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നും ഓഫീസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വന്ന മൊബൈൽ ഫോൺ കവർന്നു. കൂടാതെ പമ്പിൽ സ്ഥാപിച്ചിരുന്ന മുഴുവൻ CCTV ക്യാമറകളും നശിപ്പിച്ചിട്ടുണ്ട്. പമ്പിൽ നിന്നും 100 മീറ്റർ ദൂരത്തിൽ മീൻകടയുടെ മുൻവശത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത മോഷ്ടാവ് ഉള്ളിൽ കടന്നുവെങ്കിലും ഇവിടെ നിന്നും ഒന്നും നഷ്ടമായിട്ടില്ല. മറ്റ് നിരവധി സ്ഥാപനങ്ങളിലും കവർച്ചാ ശ്രമം നടന്നിട്ടുണ്ട്. ഏരൂർ SHOയുടെ നേതൃത്വത്തിൽ പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷണം നടന്ന സ്ഥാപനങ്ങളിൽ നിന്നും സമീപ പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അടുത്തിടെ കുളത്തൂപ്പുഴയിൽ ഉൾപ്പെടെ നിരവധി മോഷണ കേസുകളിൽ പിടിയിലായ കുട്ടി കുറ്റവാളിയാണോ കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. അന്വേഷണം ആരംഭിച്ചതായി ഏരൂർ പോലീസ് അറിയിച്ചു. നാട്ടുവാർത്ത, ഏരൂർ.